ശ്രീ സി എച്ച് കുഞ്ഞമ്പു. സർ, ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഉപയോഗിക്കുന്ന ബോട്ടുകളും യാനങ്ങളും ഒന്നും തന്നെ ആഴക്കടലിൽ മതിയാവില്ല. അങ്ങനെ വരുമ്പോൾ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ബോട്ടുകൾ നിർമ്മിക്കുന്നതിന് കൊച്ചിൻ ഷിപ്പ്യാർഡിന് പുറമെ ഈ സ്വകാര്യ മേഖലയിലും കൂടി ഉപയോഗിക്കുന്നുണ്ടോ? അതിന് എല്ലാ നടപടികളുണ്ടോ? അവരങ്ങനെ എൻബാൻഡിൽ ചെയ്തിട്ടുണ്ടോ? മിനിസ്റ്റർ, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ആഴക്കടൽ മത്സ്യബന്ധനത്തിലേക്ക് പ്രാപ്തരാക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണിത്. ഇതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ 10 എണ്ണം നിർമ്മിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ കൊച്ചിൻ ഷിപ്പ്യാർഡിനാണ്. എന്നാൽ കൊച്ചിൻ ഷിപ്പ്യാർഡിന് പുറമെ പിന്നെ സ്വകാര്യ മേഖലയുള്ള സ്ഥാപനങ്ങൾക്കും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങൾക്കും ഇതിനായിട്ട് അനുവാദം കൊടുക്കുന്നുണ്ട്. ഇതിനായി എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിച്ചു. അതിനുവേണ്ടിയുള്ള സമീപനം നമ്മുടെ 28/1/2025 സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ആഴക്കടൽ മത്സ്യബന്ധനത്തിലൂടെ ലഭിക്കാൻ പോകുന്ന മത്സ്യം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള മത്സ്യമായിരിക്കില്ല, പ്രത്യേകം തരത്തിലുള്ളൊരു മത്സ്യമായിരിക്കും. അപ്പോൾ അതിനുള്ള വില നിശ്ചയിക്കുന്നതിനും അത് കൃത്യമായി പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമാകുമെന്നതിനും വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ന്യായവില ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി മത്സ്യഫെഡ് ഈ മത്സ്യം ഏറ്റെടുക്കുന്നതിന് വേണ്ടി അവർക്ക് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. സാർ, അത്തരത്തിൽ പ്രശ്നമുണ്ടായി.